നിപ ആശങ്കയിലാണ് കേരളം. മലപ്പുറത്ത് 3 പേരുടെ നിപ പരിശോധനാ ഫലം കൂടി നെഗറ്റീവായിട്ടുണ്ട്. അത് വലിയ ആശ്വാസം പകരുന്നു. സമ്പർക്ക പട്ടികയിലുള്ളവരുടെ എണ്ണം 255 ഉയർന്നു. നിപ ബാധിത പ്രദേശമായ നടുവത്തും പരിസര പ്രദേശങ്ങളിലും പനി സർവേ തുടരുന്നുണ്ട്. ജില്ലയിൽ നിപയ്ക്ക് പുറമെ കുരങ്ങ് പനി ബാധയും സംശയിക്കുന്നുണ്ട്. നിപ്പ രോഗബാധയുമായി ബന്ധപ്പെട്ട് പുറത്തുവന്ന 16 പേരുടെ പരിശോധനാ ഫലവും നെഗറ്റീവായത് വലിയ ആശ്വാസമാണ് മലപ്പുറത്തിന് നൽകുന്നത്. അതേസമയം നിപ്പ ബാധിച്ച് മരിച്ച യുവാവിന്റെ റൂട്ട് മാപ്പ് പുറത്തുവിട്ടതോടെ സമ്പർക്ക പട്ടികയിലുള്ളവരുടെ എണ്ണം 255 ഉയർന്നു. ഇതിൽ 50 പേർ തീവ്ര ഹൈറിസ്ക് വിഭാഗത്തിൽപ്പെടുന്നവരാണ്. 77 പേർ ആരോഗ്യ പ്രവർത്തകരാണ്. മരണപ്പെട്ട 24-കാരൻ പഠിച്ചിരുന്ന ബംഗളൂരുവിലെ കോളേജിൽ നിന്നുള്ള 30 പേരും സമ്പർക്ക പട്ടികയിലുണ്ട്. രോഗലക്ഷണമുള്ള 6 പേർ മഞ്ചേരി മെഡിക്കൽ കോളേജിലും 21 പേർ പെരിന്തൽമണ്ണ MES മെഡിക്കൽ കോളേജിലും ചികിത്സയിലുണ്ട്. മഞ്ചേരി മെഡിക്കൽ കോളേജിൽ മുൻകരുതലായി ഐസൊലേഷൻ മുറികളും വെന്റിലേറ്റർ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളും തയ്യാറാക്കിയിട്ടുണ്ട്. രോഗബാധിത പ്രദേശത്തും പരിസരങ്ങളിലും ആരോഗ്യവകുപ്പിന്റെ പനി സർവേ തുടരുകയാണ്. 107 പനിക്കേസുകൾ ചൊവ്വാഴ്ച നടത്തിയ പനി സർവേയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇതിലാരും സമ്പർക്ക പട്ടികയിൽപ്പെട്ടവരല്ല. നിപ സ്ഥിതിഗതികൾ വിലയിരുത്താൻ രാവിലെയും വൈകിട്ടും ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ അവലോകന യോഗവും നടക്കുന്നുണ്ട്. ഇതിനിടെ ജില്ലയിൽ മങ്കി പോക്സ് സംശയത്തിൽ ഒരാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വിദേശത്തു നിന്ന് വന്ന യുവാവിനെയാണ് മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. അമൃത ന്യൂസ്, മലപ്പുറം.